ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ആലു പറാഠ ഉണ്ടാക്കാം. ഇതൊരു പഞ്ചാബി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഹോൾ നോർത്ത് ഇന്ത്യയിൽ ഇതൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റായിട്ട് ആണ് കഴിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ മാവ് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലുപ്പിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചായിട്ടാണ് ആദ്യം ഒഴിക്കേണ്ടത്. മിക്സായി കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് അങ്ങനെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മാവ് എത്ര സമയം കുഴയ്ക്കുന്നോ അത്രയ്ക്കും സോഫ്റ്റ് ആവും ചപ്പാത്തി. ഇപ്പം നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ആലു എടുക്കാം, അതായത് ഉരുളക്കിഴങ്ങ്. ഇത് ഓൾറെഡി കഴുകിയതാണ്, പക്ഷെ ഒന്നും കൂടി 2 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് കഴുകുകയാണ്. അതിന് മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട്. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. എളുപ്പം വേകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുക്കറില്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിൽ തന്നെ ഇട്ട് അടച്ചു വെച്ച് വേവിച്ചാലും മതി. ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാനൊരു 5 വിസിലോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി ഒന്ന് തണുത്തതിന് ശേഷം ഓപ്പണാക്കി നോക്കാം. ചില വലിയ ഉരുളക്കിഴങ്ങ് അതിൻ്റെ മിഡിൽ ഭാഗം ഇങ്ങനെ കല്ല് പോലെ തന്നെ ഇരിക്കും വേവാണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ചിട്ട് കുത്തി നോക്കണം. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉള്ളിൽ പോകുന്നുണ്ടെങ്കിൽ വെന്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് 2 വിസിൽ പിന്നെയും കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാലും മതിയാവും. അപ്പോൾ നമുക്കിതിനി ചൂടൊക്കെ മാറിയതിന് ശേഷം തോല് കളയാം. ഇനി ബോയിൽ ചെയ്ത പൊട്ടറ്റോസ് നന്നായിട്ട് മാഷ് ചെയ്യണം. നന്നായിട്ട് ബോയിലായാലും ഇങ്ങനെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പീസസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റഫ് ചെയ്ത് പരത്തുമ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ ചാടി വരും. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു ആലു പറാഠയാണിത്. ഞാൻ അധികം മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലേക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയില. ഞാൻ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഇടാം. ഇനി നമുക്ക് മാഷ് ചെയ്ത പൊട്ടറ്റോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി കുഴച്ച് വെച്ചത് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് സ്ലാബിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്.
എല്ലാവർക്കും ഈ പ്രോസസ്സ് അറിയുന്നുണ്ടാവും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റഫ് ചെയ്യാനായിട്ട് ചപ്പാത്തീൻ്റെ കണി കുറച്ചും കൂടി വലിപ്പത്തിലുള്ളൊരു ബോളാക്കി എടുക്കണം. ഏകദേശം ഈ വണ്ണം മതിയാവും. നമുക്ക് സ്റ്റഫിങ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി എടുത്തിട്ട് കുഴി പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പൂരിയുടെ വണ്ണത്തിൽ പരത്തിയിട്ട് ഈ സ്റ്റഫിങ് ഇങ്ങനെ ബോൾ പോലെ ആക്കിയെടുത്തിട്ട് ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സ്റ്റഫിങ് കുറച്ച് വാട്ടറി ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഈ ചപ്പാത്തീൻ്റെ പൊടി എടുത്തിട്ട് കുഴച്ച് കൊടുത്ത് കൂടെ സ്റ്റഫിൻ്റെ ഉള്ളിൽ കുഴച്ച് കൊടുത്തിട്ട് പിന്നെ ബോൾസ് ആക്കി നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ല കട്ടിയായിട്ടുണ്ടാവും. അതെല്ലാം കൂടി നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സാധാരണ ചപ്പാത്തി നമ്മൾ പരത്താൻ എടുക്കുന്നത് അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിയിൽ മുക്കി സാധാരണ ചപ്പാത്തി ആക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അധികം ശക്തി കൊടുത്ത് പരത്തരുത്. സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ തന്നെയാണ്. പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് പരത്താം. അഥവാ സ്റ്റഫിങ് പുറത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല, അത് പാനിൽ ചുട്ടെടുത്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും. നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുത്താൽ മതിയാവും. ഇതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാം. അതല്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ ഒന്നും ചേർക്കാതെ നെയ്യോ ഓയിലോ ഒന്നും ചേർക്കാതെയും കഴിക്കാം. നല്ലൊരു ഫ്ലഫി പറാട്ട ആയിട്ടുണ്ട്. ഈ പറാട്ടയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. സാലഡോ അല്ലെങ്കിൽ അച്ചാറോ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. സൈഡും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലു പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയ 2 എണ്ണം ഗീയോ ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതാ കണ്ടോ, ഇത് 3rd വൺ ഞാൻ ഗീ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു രീതിയിൽ ആലു പറാട്ട ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. താങ്ക് യു.